ഒരു വലിയ ആത്മീയ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പ്രസംഗകൻ ഗംഭീര പ്രസംഗമാണ്. ഗംഭീര പ്രസംഗം എന്ന് പറയാൻ കാരണം, തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾ അവരുടെ മുഖഭാവത്തിൽ നിന്നും മറ്റു ബോഡി ലാംഗ്വേജിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം പറയപ്പെടുന്ന ആ മെസ്സേജ് അവരങ്ങേയറ്റം ഉൾക്കൊള്ളുന്നു, സന്തോഷിക്കുന്നു, അതിൽ അഭിമാനം കൊള്ളുന്നു എന്നുള്ളത് അവരുടെ ആ പ്രതികരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഗംഭീര പ്രസംഗമാണ്, അതിശക്തമായ നിലയിൽ. അപ്പം എല്ലാ പ്രസംഗത്തിനും ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ, ഒരു എൻഡിങ്. അപ്പം ഏകദേശം ആ പ്രസംഗം മുമ്പോട്ട് കടന്നുപോയി ആ എൻഡിങ്ങിലേക്ക് എത്തി, ക്ലൈമാക്സിൻ്റെ സമയമെത്തി. ആ സമയത്താണ് തടിച്ചുകൂടിയിരിക്കുന്ന ഈ ഓഡിയൻസിൽ നിന്ന്, ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു ലേഡി തലയിലൊരു ബെഡും അല്ലെങ്കിൽ കിടക്ക ചുമന്നുകൊണ്ട് ഈ സ്റ്റേജിൻ്റെ അടുക്കിലേക്ക് നടന്നു നീങ്ങിയാണ്. കണ്ട ജനം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ഇതെന്താ സംഭവം, എന്താണാവോ, കൺഫ്യൂഷനായി. പക്ഷെ ചോദിക്കാൻ നിർവാഹമില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞങ്ങനെ ആ കാര്യങ്ങൾ നീങ്ങി. ഈ ലേഡി കിടക്കയുമായിട്ട് തലയിൽ വെച്ച് സ്റ്റേജിൻ്റെ അടുക്കിലെത്തി. സംഘാടകർ അവരെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. പക്ഷെ ഗൗനിക്കാതെ ഈ സഹോദരി എന്ത് ചെയ്തു, ആ പ്രസംഗിക്കുന്ന ആൾ നിൽക്കുന്ന ആ സ്റ്റേജിലേക്ക് കയറി. അവിടെ കയറി ചെന്നിട്ട് അദ്ദേഹം ചെയ്തത് ഇങ്ങനെയാണ്. അടുത്തിരുന്നൊരു മൈക്കെടുത്തിട്ട് ചില വാക്കുകൾ ഓർപ്പിച്ചു. അതിങ്ങനെയായിരുന്നു: പ്രിയമുള്ളവരെ, അതിഗംഭീരമായൊരു പ്രസംഗത്തിൻ്റെ ആവേശത്തിലാണ് നമ്മളെല്ലാവരും. ഗംഭീര പ്രസംഗം, നിങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങളുടെ മുഖത്തെ ഭാവങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, നിങ്ങൾ അങ്ങേയറ്റം ഉൾക്കൊള്ളുന്നു, എല്ലാം ശരിയാണ്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ പ്രസംഗിക്കുന്ന വ്യക്തി, അദ്ദേഹം ഈ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ പോകാതെ ഈ സ്റ്റേജിൽ തന്നെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് നല്ല മനസ്സോടെ ഞാനൊരു കിടക്ക ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിന് കിടക്കാൻ. ഇവിടെ തന്നെ കിടന്നോട്ടെ. ആളുകൾക്ക് മനസ്സിലായില്ല. പിന്നീടാണ് ആ സഹോദരി വ്യക്തമായി പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ്. പ്രസംഗിക്കുന്ന ഈ സ്റ്റേജ് എന്ന് പറയുന്നത് എത്ര നല്ല മനുഷ്യനാണ്, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നാൽ ഇദ്ദേഹം ആരാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ എന്നോടുള്ള ബന്ധത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെ മക്കളോടുള്ള ബന്ധത്തിൽ അർത്ഥവത്തല്ല. അദ്ദേഹം അവിടെ മാന്യനല്ലാത്തത് കൊണ്ടും ഇവിടെ ഈ സ്റ്റേജിൽ അദ്ദേഹം മാന്യനായതുകൊണ്ടും, പൊതുസമൂഹത്തിൽ ഒരു മാന്യത നിലനിർത്തണമെങ്കിൽ അദ്ദേഹം ഇവിടെ തന്നെ കിടക്കുന്നുറങ്ങണം, ഇവിടെ തന്നെ പാർക്കണം എന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ കിടക്കയുമായിട്ട് ഞാൻ സ്റ്റേജിലേക്ക് വന്നത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ പ്രവൃത്തിക്ക് വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ ലേഡി അവിടെ നിന്ന് ഇറങ്ങി. ഒരു പക്ഷേ ചിരിക്കാനോ തമാശയായിട്ടോ നിങ്ങൾക്കിത് തോന്നിയേക്കാം. പക്ഷെ ഇതിനകത്ത് മറിഞ്ഞു കിടക്കുന്ന അർത്ഥം ഞാനും നിങ്ങളും ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ പ്രസംഗത്തിലും പറയാനും അതിസമർത്ഥരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കാൻ നമ്മൾ വിരുദ്ധമുള്ളവരാണ്, കഴിവുള്ളവരാണ്. എന്നാൽ സ്വന്തം ജീവിതത്തിൻ്റെ അടിത്തറ എന്താണ്, നമ്മുടെ അടുത്ത ആളുകൾക്ക് നമ്മൾ എന്താണ്, ഞാൻ പറയുന്ന കാര്യങ്ങളും പ്രസംഗിക്കുന്ന കാര്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം എൻ്റെ കുടുംബത്തിൽ ഞാൻ നിലനിർത്തുന്നുണ്ട് എന്നുള്ള കൃത്യമായ വസ്തുത ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും അവിടെയാണ് പരാജയം സംഭവിക്കുന്നത്, അവിടെയാണ് തെറ്റുകൾ സംഭവിക്കുന്നത്. അതെല്ലാം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ നമ്മളെല്ലാം അതിസമർത്ഥരാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതവും സംസാരവും പ്രസംഗവും പഠിപ്പിക്കലും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം. നമ്മൾ എവിടെ സ്വീകാര്യത ലഭിക്കുന്നുവോ ആ സ്വീകാര്യത ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടോ, അത് നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നിങ്ങൾ പരിശോധിക്കണം. യേശു കർത്താവ് ചെയ്തത് നമുക്കറിയാം. ആർക്കും വെറുപ്പുള്ളവനായിരുന്നില്ല. ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിച്ചോ നിലനിർത്താൻ കഴിഞ്ഞോ അതാണ് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തത്. പ്രിയമുള്ളൊരു, യേശുവിൻ്റെ ആ ജീവിതത്തിൻ്റെ ശൈലി ഞാനും നിങ്ങളും ഏറ്റെടുക്കാം. സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവരായിട്ടല്ല,
പൊതുജനങ്ങളെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്ന പ്രക്രിയ നല്ലതാണ്, തെറ്റല്ല. പക്ഷെ ആ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ എന്താണ്, ആരെങ്കിലും ഒരാൾ തിരിച്ചു നിന്ന് ചോദിക്കാൻ എന്തെങ്കിലും വക നമ്മളിൽ ഉണ്ടോ എന്ന് സ്വയം പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള നാളുകൾ അതിഗംഭീരമായിട്ട് മുമ്പോട്ട് പോകുവാൻ കഴിയട്ടെ. നമ്മുടെ പഠിപ്പിക്കലുകളും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ സംസാരവും നമ്മുടെ പ്രസംഗവും നമ്മുടെ ജീവിതവും അതേ തുലനപ്പെട്ട് ഒരേ ലെവലിൽ ഈക്വലായിട്ട് എല്ലാവർക്കും ഒരുപോലെ അംഗീകാരമുള്ള നല്ല വ്യക്തികളായിട്ട് മാറാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.